ആടയാഭരണങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാണെന്നല്ലേ? സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയായി. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകണം. ഇന്നും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പാലുകാച്ചലുണ്ടേ. ഈ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങാനേ പറ്റൂല. നട്ടുച്ച വെയിലാണ്. ഞാൻ ആദ്യം പാലുകാച്ചിന് പോയിട്ട് വരാമേ. ഇവൻ്റെ വീടാണ് പാലുകാച്ചുന്നത്. ഇന്ന് ഉത്രാടമല്ലേ, സദ്യ കഴിച്ചില്ലെന്ന് വേണ്ട. ചെന്ന പാടെ ചാടിക്കയറി സദ്യ കഴിക്കാനിരുന്നേ. എപ്പോഴത്തെയും പോലെ നമ്മുടെ സ്കൂൾ കൂട്ടായ്മയിൽ മെജോറിറ്റി ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മളൊരു ടൈം പറഞ്ഞിട്ട് ആ ടൈമിന് എല്ലാവരോടും വരാൻ പറയും. അങ്ങനെ വരാൻ പറ്റാത്ത ചിലവരെങ്കിലും ഉണ്ട്. അവരൊക്കെ പിന്നീട് അവരവരുടെ ടൈം പോലെ പൊയ്ക്കോളും. ഇന്ന് അവിടെ ഒരുപാട് ടൈമൊന്നും നിൽക്കാൻ പറ്റിയില്ല. കാരണം വീട്ടിൽ വന്നിട്ട് ഇന്ന് ഉത്രാടമല്ലേ, കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോയി. വീട്ടിൽ വന്നപ്പം മീനാക്ഷി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനെ പെട്ടെന്നെടുത്ത് കട്ട് ചെയ്ത് ഇഞ്ചി വറുത്ത് ടപ്പേന്നൊരു ഇഞ്ചിക്കറി അങ്ങ് റെഡിയാക്കി. കാരണം എനിക്ക് പിന്നെയും വേറെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഉഴപ്പി നിന്നാൽ പറ്റൂലല്ലോ. ഞാൻ ഇഞ്ചി വറുത്തപ്പോൾ സൂരജ് ഓടി വന്ന് സഹായിച്ചു തന്നേ. ഇഞ്ചിയിലൊഴിക്കാൻ പുളിവെള്ളം വേണമല്ലോ. അപ്പോഴാണ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഭരണിയെക്കുറിച്ച് ആലോചിച്ചത്. അത് പുളിയിടാനാണേ. എൻ്റെ ഇഞ്ചിക്കറി റെഡി. അടുത്ത പാലുകാച്ചിന് ഞാനും സൂരജും കൂടെ പോയിട്ട് ഓടി വരാമേ. തിരിച്ച് വന്നപ്പം വഴിയിൽ നിന്ന് എനിക്കൊരാൾ ടാറ്റയൊക്കെ പറഞ്ഞാണേ വിട്ടത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. എന്നാലും അത്യാവശ്യം ഒരു ഹെവി സ്ലോപ്പാണ് കണ്ട. പാലുകാച്ചലിന് പോയിട്ട് നേരെ വന്നത് അടുത്ത കല്യാണത്തിനാണേ. ഈവനിങ് റിസപ്ഷൻ. ഇന്ന് ഫുഡ് കഴിച്ച് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കല്യാണമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന അവിടുത്തെ ചേച്ചിയുടെ മോനാണ് കല്യാണം. ഇതുപോലൊരു കല്യാണം വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പണ്ട് ഒരുമിച്ച് താമസിച്ചിരുന്ന അവിടെയുള്ള എല്ലാവരെയും കാണാൻ പറ്റും. അങ്ങനെ അതൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അങ്ങനെ കുറേ നാൾ കാണാതിരുന്ന എല്ലാവരെയും കണ്ട് പരിചയമൊക്കെ പുതുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങി. അവിടെ തന്നെ ചായയും വടയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായയും ഒരു മുളക് ബജിയും കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്. വീട്ടിലെത്തിയ ഉടനെ അടുത്ത ട്രിപ്പിന് റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു നിമിഷം അടങ്ങിയിരുന്നില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്നത്തെ ദിവസം സിറ്റിയുടെ ഭംഗി കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നേരെ കനകക്കുന്ന് കൊട്ടാരം മ്യൂസിയം ആ ഏരിയയിലോട്ട് വിട്ടേ. അവിടെ ചെന്നപ്പം നമ്മുടെ കിടിലം ഫിറോസിനെ കണ്ടു. പിന്നെ അവിടെ മുഴുക്കെ തെണ്ടി തിരിഞ്ഞ് കുറേ നേരം നടന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ ഭംഗി കാണേണ്ട കാഴ്ച. എന്ത് ഭംഗിയാണ്! ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല, അടിപൊളിയാണ്. എല്ലായിടവും ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇതിലെ ഇതുവഴിയൊക്കെ നടന്ന് കുറേയൊക്കെ ചുറ്റി കണ്ടു. ഇന്ന് ഉത്രാടമല്ലേ. നമ്മൾ വിചാരിക്കുക എല്ലാവരും ഉത്രാടത്തിൻ്റെ അന്ന് വീട്ടിലിരുന്നിട്ട് ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി ഇതെല്ലാം വെക്കുന്ന തിരക്കിലായിരിക്കും. സിറ്റിയിലോട്ടൊന്നും ആരും കാണൂലെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. സിറ്റിക്കകത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇതുപോലെ സീസണിൽ വരുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് ഇറങ്ങും. അതുകൊണ്ട് നമ്മളും ആ കിട്ടുന്ന അവസരം എൻജോയ് ചെയ്യണം. ഞാനിന്ന് ഉച്ചയ്ക്ക് ഇഞ്ചി മാത്രമാണ് വെച്ചത്. മാങ്ങ വയ്ക്കുന്നില്ല. നാരങ്ങാച്ചാർ എനിക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിച്ചടി ഞാൻ നാളെ രാവിലെ വയ്ക്കുള്ളൂ. പക്ഷേ വേറൊരു തിരക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ മണി 2:30 കഴിഞ്ഞിട്ട് ഞാനിതുവരെയും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഞാനും സൂരജും കാത്തും കൂടെയാണ് പോയത്. മീനാക്ഷി നേരത്തെ തന്നെ അവളുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ നാട്ടിലില്ല. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ഉണ്ട് കുട്ടികളെ. കുറച്ച് സമയം ഉറക്കം ഒഴിഞ്ഞാൽ തന്നെ എനിക്ക് പിറ്റേന്ന് മൈഗ്രെയിനാണ്. ഇതിപ്പം നാളെ തിരുവോണമാണ്, എന്താവുമെന്ന് എനിക്ക് ഒരെത്തും പിടിയുമില്ല. പക്ഷേ എന്തായാലും ഞാനൊരു അരമണിക്കൂറിൽ ഇതിപ്പം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഞാൻ മുളക് ബജിയും പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചട്നി തരുമല്ലോ, അതും വാങ്ങി കഴിച്ചിട്ടാണ് വന്നത്. കാത്തു കോളിഫ്ലവർ വറുത്തതാണ് കഴിച്ചത്. എപ്പോഴും നമ്മൾ ഫ്രണ്ടിലോട്ടല്ലേ നടക്കുന്നത്. ഇവിടെ വെച്ച് ഞാൻ ഒന്ന് ബാക്കിലോട്ട് നടന്ന് നോക്കി. കൊള്ളാം, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. ശരി, അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ പോവേണ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക്സ് ടു ഓൾ. താങ്ക് യു.